നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം മാത്രം ഹൃദയത്തിലുള്ള സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയാണ്. ഇന്ന് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്ന് ഈ മീഡിയയിലൂടെ അങ്ങയുടെ തിരുമുഖം ദർശിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എപ്പോഴും അവരുടെ കുടുംബത്തിൽ അങ്ങ് കൂട്ടായിരിക്കണമേ. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ ദൈവ ഇഷ്ട തീരുമാനത്തിനനുസരിച്ച് അങ്ങ് ചെയ്തു കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഓഗസ്റ്റ് 10 ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയെ പറ്റി ധ്യാനിക്കുകയാണ്. വചനം ധ്യാനിച്ച ജീവിതത്തെ പറ്റി. ദൈവവചനം കേൾക്കുക എന്നത് മാത്രം പോരാ, ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിന് സാക്ഷ്യമായി മാറുന്നത്. ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാമറിയം. വചനം കേട്ടപ്പോൾ മറിയത്തിൻ്റെ ഹൃദയം തുറന്നു എന്ന് പറയുക. കാരണം ലൂക്കയുടെ സുവിശേഷം 1-38 തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന്. മറിയത്തിന് ദൈവത്തിൻ്റെ പദ്ധതി മുഴുവൻ മനസ്സിലായിരുന്നില്ല. എന്നാൽ അവൾക്ക് ഒരു കാര്യം അറിയായിരുന്നു, ദൈവം അരുളി ചെയ്താൽ അത് വിശ്വസിക്കാമെന്ന്. അതുകൊണ്ട് ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച മറിയം കൂടിയാണ്. ലൂക്കയുടെ സുവിശേഷം 2-19 തിരുവചനം, മറിയമാകട്ടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്നാണ്. ഇതാണ് മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം. അവൾ കേട്ട കാര്യങ്ങൾ മറന്നു കളഞ്ഞില്ല, അവൾ അവയെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ദൈവവചനം കേട്ടിട്ട് ഉടനെ മറന്നു പോകുന്നവരാകരുത്. വിശുദ്ധ കുർബാനയിൽ ഒരു വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പതിപ്പിക്കാനായിട്ട് സാധിക്കണം. ആ വചനം തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലെത്തുമ്പോൾ ഓർക്കാൻ നമുക്ക് സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 2-5 തിരുവചനം, അവൻ നിങ്ങളോട് പറയുന്നത് എന്തും ചെയ്യുവനെന്ന്. ഈ ഏറ്റവും ചെറിയ വാക്കുകളിൽ അതിലൊരു ആത്മീയ രഹസ്യമുണ്ട്. വചനം കേൾക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക എന്ന്. മറിയം തൻ്റെ ജീവിതത്തിൽ അതുതന്നെ ചെയ്തു. കാനായിൽ എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അവൾ യേശുവിൽ വിശ്വസിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എല്ലാ ഉത്തരങ്ങളും അറിയില്ല. നാളെ എന്തു സംഭവിക്കുമെന്നറിയില്ല. പ്രശ്നങ്ങൾക്ക് എപ്പോൾ പരിഹാരം ലഭിക്കുമെന്നറിയില്ല. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എന്നിൽ വിശ്വസിക്കുക എന്ന് മാത്രം. വചനം ജീവിതത്തിൽ മാംസമായി മാറണം. യോഹന്നാൻ്റെ സുവിശേഷം 1-14 തിരുവചനം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. ദൈവവചനം പുസ്തകത്തിലെ അക്ഷരങ്ങളായി മാത്രം നിൽക്കരുത്. നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ ക്ഷമയിൽ, നമ്മുടെ സേവനത്തിൽ, നമ്മുടെ വിനയത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ ദൈവവചനം മാംസമായി മാറണം. മറിയത്തിൻ്റെ ജീവിതത്തിൽ വചനം മാംസമായി. അവൾ
ദൈവവചനത്തെ സ്വീകരിച്ചപ്പോൾ വചനം അവളുടെ ജീവിതത്തിലൂടെ ലോകത്തിലേക്ക് കടന്നു വന്നു. വേദനയിലും വചനം വിട്ടുകളയാത്തവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ സന്തോഷം മാത്രമായിരുന്നില്ല. ബെത്ലഹേമിലെ ദാരിദ്ര്യം, ഈജിപ്തിലേക്കുള്ള യാത്ര, യേശുവിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അവസാനം കാൽവരിയിലെ കുരിശ്. എന്നിട്ടും മറിയം ദൈവത്തിൽ നിന്നും അകന്നില്ല. കുരിശിൻ കീഴിലും അവൾ നിന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 25 തിരുവചനം, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിന്നിരുന്നു എന്നാണ് പറയുക. സാഹചര്യങ്ങൾ മാറിയാലും വിശ്വാസം മാത്രം മാറാതിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം കിട്ടിയില്ലെങ്കിലും, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ലെങ്കിലും, ജീവിതത്തിൽ വേദന വന്നാലും മറിയത്തെ പോലെ നമുക്കും പറയാൻ പറ്റണം, കർത്താവേ, ഞാൻ മനസ്സിലാക്കുന്നില്ല, പക്ഷേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന്. ഇന്ന് പരിശുദ്ധ അമ്മയെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു പാഠമുണ്ട്. കേൾക്കുക, ധ്യാനിക്കുക, ജീവിക്കുക എന്ന്. ദൈവവചനം കേൾക്കുക, അത് ഹൃദയത്തിൽ ധ്യാനിക്കുക, പിന്നെ അതനുസരിച്ച് ജീവിക്കുക. വിശുദ്ധ ഗ്രന്ഥം അലമാരയിൽ സൂക്ഷിക്കുന്ന പുസ്തകമായി മാത്രം മാറരുത്. അത് നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന വചനമാകണം. ഇന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധ അമ്മയെ പോലെ നിൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കേട്ട വചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൃപ തരണമേ. മറിയത്തെ പോലെ നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിൻ്റെ വചനം ജീവിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിൽ നിൻ്റെ സ്നേഹം നിറയട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളിൽ നിൻ്റെ കരുണ പ്രകടമാകട്ടെ. ഞങ്ങളുടെ വേദനയുടെ നിമിഷങ്ങളിലും കുരിശിൻ കീഴിൽ നിന്ന മറിയത്തെ പോലെ നിന്നിൽ വിശ്വസിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, നിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതമാകട്ടെ. നിൻ്റെ വചനം ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കട്ടെ. നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കട്ടെ.